ലൈവിൽ അങ്ങനെ സ്പോൺസേർഡ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പോൺസേർഡ് ടാസ്കിനെ പറ്റി ഞാൻ അങ്ങനെ വിശദീകരിക്കാനൊന്നും പോകുന്നില്ല. എന്തിനാ വെറുതെ ഇനി നമ്മളും കൂടെ സ്പോൺസർമാർക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കുന്നത്? ഓൾറെഡി ബൂസ്റ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് അവിടുത്തെ ഗെയിമിനെ പറ്റി സംസാരിക്കാം. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. നമ്മുടെ ജിസൈലൂട്ടി കരഞ്ഞോണ്ട് ബാത്റൂമിലോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലേ? ജിസൈലൂട്ടിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം ജയിൽ നോമിനേഷൻ. ജയിലിൽ പോകുന്നതിനുമല്ല ജിസൈലൂട്ടിക്ക് വിഷമം. അക്ബർ കാക്ക എൻ്റെ പേര് പറഞ്ഞല്ലോ, അതാണ് ജിസൈലിന് സങ്കടം മൊത്തം. ജിസൈലിൻ്റെ സങ്കടം അതൊരു കാര്യമുള്ള സങ്കടം തന്നെ. കാരണം നമ്മൾ ജിസൈലിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ജിസൈൽ അകത്ത് കയറി ഭക്ഷണം, അതായത് കിച്ചണിൽ ജിസൈലിൻ്റെ തോന്നിവാസം പോലെ ജിസൈൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. ഇല്ലെങ്കിൽ ചോറ് തീർന്നു പോയി, കറി തീർന്നു പോയി, എനിക്കും അരിനൊന്നും കഴിക്കാൻ കിട്ടിയില്ലേ എന്നും പറഞ്ഞ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അത് അവരുടെ വേറൊരു ഗെയിം. ചോറൊന്നും വേണ്ട, അവരുടെ ഇഷ്ടം. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചപ്പാത്തിയൊക്കെ അവർക്ക് കുറച്ചും കൂടെ ഫേവറിറ്റ്. സോ ബാക്കി ചോറെല്ലാം കൂടെ എല്ലാവർക്കും എടുത്ത് തട്ടിയതിന് ശേഷം ഇവർ അവസാനം കഴിക്കുന്നുള്ളൂ എന്ന വ്യാജേന ചപ്പാത്തിയൊക്കെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടാക്കി കഴിച്ചായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പങ്ക് ഈ അക്ബർ പറ്റിയിട്ടുണ്ടേ. അപ്പം അങ്ങനെ അക്ബർ അതിൻ്റെ പങ്ക് പറ്റിയിട്ടും ജിസൈലിനെ അത് പറഞ്ഞൊക്കെ നോമിനേറ്റ് ചെയ്തു എന്നുള്ളൊരു സാധനം വന്നപ്പോഴത്തേക്കാണ് ജിസൈലിന് പൊട്ടിയത്. അല്ലെങ്കിൽ സങ്കടം വന്നത്, കരച്ചിൽ വന്നത്, ഹൃദയം പൊട്ടിപ്പോയത്. പക്ഷെ അക്ബർ പറയുന്നത് അക്ബർ അത് മാത്രം കണ്ടിട്ടൊന്നും അല്ല, വേറെയും പല കാരണങ്ങളുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അക്ബർ ഒരു ഗെയിമർ അല്ലേ? ഈ ജിസൈലിനെ ഈ ആര്യൻ താങ്ങി തലേ വെച്ചോണ്ട് നടക്കുന്ന കണക്ക് എല്ലാവരും എന്നും താങ്ങി തലേ വെച്ചോണ്ട് നടക്കണമെന്നുണ്ടോ? ഞാനൊരിക്കലും പറയത്തില്ല. അക്ബർ നല്ലൊരു ഗെയിമറായിട്ട് നിന്ന് ഗെയിം കളിച്ചു. ജിസൈലിനെതിരെ കൊടുക്കേണ്ട ടൈമിൽ പ്രോപ്പറായിട്ട് അക്ബർ കൊടുത്തു. ഞാൻ അങ്ങനെ പറയുള്ളൂ. പക്ഷേ ആര്യൻ അതങ്ങോട്ട് താങ്ങുന്നില്ല. അതുകൊണ്ടാണ് നോമിനേഷൻ ടൈമിൽ പോലും ആര്യൻ നോമിനേഷൻ ചെയ്യാനായിട്ട് വന്ന് നിന്നപ്പോൾ ജിസൈലിൻ്റെ പേരായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അല്ലെങ്കിൽ ജിസൈലിന് കുറച്ചുകൂടെ ക്യാമറ സ്പേസ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓൾറെഡി നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജിസൈലിൻ്റെ പേര് പറയാൻ എന്നൊക്കെ അവൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ചൊറിയാൻ വേണ്ടി. അപ്പോഴാണ് അക്ബറൊക്കെ ചാടി എണീറ്റത്. എപ്പോഴാണ് ഞാൻ പറഞ്ഞത്? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, നീ തോന്നിവാസം പറയരുത്, നീ കള്ളം പറയുക എന്നൊക്കെ പറഞ്ഞ് അക്ബർ ചാടി വന്നു. പക്ഷെ ആ ഒരു സാധനം ആര്യൻ ഇറക്കിയത് മണ്ടത്തരം തന്നെയാണ്. അല്ലാതെ അവനിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് അവൻ ആ സാധനം പറഞ്ഞത്, എല്ലാവർക്കും വിട്ട് ഞാൻ കൊട്ടു കൊടുത്തു, കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്തതാണെന്ന് നാട്ടുകാരറിഞ്ഞു. ഒന്നുമല്ല. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിലും അത് വന്നു നിന്ന് പറഞ്ഞില്ലേ അവൻ തീർന്നു. അവനൊരു മണ്ടനാണെന്ന് അവിടെ എഴുതി ഒപ്പിട്ട് വെക്കും എല്ലാവരും, ബിഗ് ബോസ് ഉൾപ്പെടെ. അല്ലേ? നിങ്ങൾ പറ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. പറയാതെ പോവല്ലേ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തരിക. കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറഞ്ഞൊരു സാധനം കാണും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ജിസൈലൂട്ടി സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഗെയിമാണ്. അല്ലാതെ ജിസൈലൂട്ടിയുടെ ഒരു ഗെയിമുണ്ട്. കുറച്ച് പേരെ ഒരു ഫേവറിറ്റിസം കളിക്കുന്ന, ഇപ്പം ഈ ജിസൈൽ, ആര്യൻ, അക്ബർ, പിന്നെ നമ്മുടെ രണ ഫാത്തിമ. കഴിഞ്ഞ ദിവസം വരെ രണ ഉണ്ടായിരുന്നു, ഇപ്പം രണ കുറച്ച് മാറി പോകുന്നുണ്ട്. നെവിനെയൊക്കെ കുഞ്ഞു വാവയെ പോലെയാണ് നോക്കുന്നത് ജിസൈൽ. ആ ഒരു ഗെയിം ജിസൈൽ ഓൾറെഡി ബിഗ് ബോസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് എന്തിന് ഇത്രയും ഒരു ഫേവറിറ്റിസം ബാക്കിയുള്ളവരോട് കാണിക്കുന്നു എന്നുള്ളൊരു സംശയം നമുക്ക് എല്ലാവർക്കും വരും. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടെ ചിന്തിച്ചത്, ഇതൊക്കെ ജിസൈലിൻ്റെ ഒരു ഗെയിമാണെങ്കിലോ, ജസ്റ്റ് ഒരു ഗെയിമാണെങ്കിലോ, ഈ ആര്യനോടുള്ള ഈ ഒരു ഭയങ്കരമായിട്ടുള്ള സ്നേഹം കാണിക്കുന്നത് പോലും ഒരു ഗെയിമാണെങ്കിലോ. കാണും, സ്നേഹമൊക്കെ കാണും, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അവരൊരു ഗെയിമറാണ്. അവർ ഓൾറെഡി ഹിന്ദിയിൽ പോയി കളിച്ച് വന്നവരാണ്, പിടികിട്ടിയില്ലേ? അപ്പോൾ ഇവിടോട്ട് വന്ന് ഇതൊക്കെ കാണുമ്പം അറ്റ് ലാസ്റ്റ് എന്തിൻ്റെ അവസാനം ഗെയിം എന്ന് പറയുന്ന ഒരു സാധനം അവരുടെ തലയിലുണ്ടെങ്കിലോ, ഈ കരഞ്ഞുകൊണ്ട് ബാത്റൂമിലോട്ട് പോയതും എല്ലാം, ആര്യം പുറകെ ചെന്ന് കൊട്ടി വിളിക്കുന്നതും, മോളെ കരയിലേടി ചുന്ദരിബാവേ എന്ന് പറയുന്നതും ഒക്കെ ഒരു ഗെയിം ആയിക്കൂടെ? ഇതിൻ്റെ അപ്പുറം വേറൊരു ഗെയിമുണ്ട്. ജിസൈലും ആര്യൻ നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അനുമോൾ എന്ന് പറയുന്നൊരു ആളുണ്ട്. ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണ്ടന്റ്സ് ആണ്, പിടികിട്ടിയില്ലേ? വേറെ ആർക്കും അങ്ങനെ സ്ഥിരം പിടിക്കുന്ന ഒരു കണ്ടന്റ് ഇല്ല. അനുമോളും ആര്യൻ, അവർക്ക് അനുമോളും ആര്യനും, അനുമോളും ജിസൈലും നേരെ ഓപ്പോസിറ്റ് അനുമോൾക്കുള്ളത് നേരെ ഇപ്പറ ജിസൈലും ആര്യനും. ഈ ഒരു സാധനം എന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങോട്ട് പറയണം. ഫാത്തിമ നമ്മൾ പറയുകയാണെങ്കിലും അവിടെ ചവിട്ടി, ഇവിടെ ചവിട്ടി, മറ്റൊരിടത്ത് ചവിട്ടി, ഈ ഒരു പോക്ക് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ജിസൈലിൻ്റെ അടുക്ക ഭയങ്കര ഒട്ടി നിന്ന് കാല് മസാജൊക്കെ ചെയ്ത് നിന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രാക്ക് മാറ്റി, ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അനുമോളെ ചെന്ന് കെട്ടിപ്പിടിച്ചിരിക്കുക, നൂറയടയ്ക്ക് ഉമ്മ വെച്ചിരിക്കുക, ഇങ്ങനെയുള്ളൊരു സാധനങ്ങളൊക്കെ റെനെ കൊണ്ടിരുന്നുണ്ട്. പക്ഷേ അത് താഴത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അതൊരു താഴത്തേക്ക് പോകുന്ന ഗെയിമാണ്. ആൾക്കാർ കാണുമ്പോഴത്തേക്ക് ഇത് എന്താണ് ഈ പെണ്ണ് ഈ എവിടെയെങ്കിലും ഉറച്ചു നിന്ന് ഗെയിം കളിക്ക് എന്നുള്ളൊരു സാധനമല്ലേ വരത്തുള്ളൂ. എല്ലാവർക്കും എതിരെ കളിക്കണം, ജിസൈലിനെതിരെയും കളിക്കണം. പക്ഷെ ഗെയിം കളിച്ചതിന് ശേഷം പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അവരുമായിട്ട് ഇരുന്നതിനകത്തൊക്കെ ഒരു വാല്യൂ റെനയ്ക്കുണ്ടെങ്കിൽ അവരുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. പക്ഷെ കൊടുക്കേണ്ട സമയത്ത്
സംസാരിക്കുകയും വേണം. അതാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ല? ഇപ്പൊ ഷാനവാസിന്റെ ഒക്കെ ഒരു കളിയുണ്ടല്ലോ, അനുമോളുമായിട്ടൊക്കെ അറ്റാച്ച്ഡ് ആണ്, പക്ഷെ ഇടയ്ക്ക് കൊടുക്കുകയും ചെയ്യും. ജിഷിൻ അനുമോളുമായിട്ട് ഇരിക്കാറുണ്ട്, അനുമോളെ വിമർശിക്കേണ്ട സമയത്ത് ചെറുതായിട്ട് കേട്ടോ, ജിഷിൻ ഒരു പരിധി കൂടുതലില്ല, പക്ഷെ വിമർശിക്കാറുമുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികളാണ് നടക്കാറുണ്ട്. നെവിനെ നിങ്ങൾ നോക്കിക്കോ, ഒരു എന്റർടൈനർ ആണെന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ പോലും അവൻ അനുമോളുടെ അടുക്ക് വരും, അനുമോളുമായിട്ട് ഒട്ടും, അനുമോളുമായിട്ട് ചൊറിയും, പിന്നെയും പോകും, എന്നാൽ പിന്നെയും തിരിച്ച് അവിടെ വരും. ഈ ഒരു പരിപാടി അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഈ ബിന്നി ഒരു ടൈം വരെ ബിന്നി റെനയൊക്കെ അവിടെ നിന്നിട്ട് ഒറ്റയടിക്ക് ഇങ്ങോട്ട് വന്നു, പിന്നെ ഇവിടെ നിന്നുകൊണ്ട് അവരെ പറ്റി കുറ്റം പറയുക, ആ ഒരു പരിപാടിയുണ്ട്. ഇടയ്ക്ക് അവരുടെ അടുക്കലും പോയി ആ ഒരു സാധനം ഇറക്കിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ ആ ഒരു സെൻസിൽ എടുത്തേനെ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പരദൂഷണം, അവളുടെ ഗെയിമിന് വേണ്ടി, അവളുടെ കണ്ടന്റിന് വേണ്ടി ഈ ഒരു സാധനം പുറത്തേക്ക് പോകുമ്പോൾ അക്ബറിനെ ഞാൻ എന്തുകൊണ്ടാണ്, അക്ബർ ജിസയിൽ ആര്യൻ ഇവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ, ഇന്ന് ഗെയിമിന്റെ ഒരു പോയിന്റ് എത്തിയപ്പോൾ അക്ബർ ഇറക്കി, അക്ബറിന്റെ കാർഡ് ഇറക്കി, അക്ബർ ചൂണ്ടിക്കാണിച്ചു തെറ്റ്. അക്ബറും ആ തെറ്റിനകത്ത് ഭാഗമാണെങ്കിൽ പോലും എതിർത്തു, പിടികിട്ടിയില്ലേ? അവിടെയാണ് ഗെയിം ഇരിക്കുന്നത്. ഇത്രയും ദിവസവും ഈ ഒരു എന്താണ് ജിസൈലിന്റെയും ആര്യന്റെയും കൂടെ, ജിസൈലിന് ഓൾറെഡി സപ്പോർട്ട് ഉണ്ട്, ഓക്കെ, പക്ഷെ ആര്യൻ എന്ന് പറയുന്ന ആൾക്ക് എന്താണ് ആളുടെ പുറത്തുള്ളൊരു ഇമേജ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അങ്ങനെ ഒരാളുമായിട്ട് ഇരിക്കുന്ന അക്ബറിന് ഓൾറെഡി ഒരു ചെറിയ കണ്ണടി എല്ലാവരുടെയും ഭാഗത്തുണ്ട്, പിന്നെ അയാൾ ഒരു ഗെയിമറാണ്, അതുകൊണ്ട് എല്ലാവരും പുള്ളിയെ ഇഷ്ടപ്പെടുന്നു. ഇന്ന് അവരുടെ ഓപ്പോസിറ്റ് നിന്നൊരു ഗെയിം കളിച്ചപ്പോൾ അക്ബറിന് അങ്ങോട്ട് ഹൈപ്പ് കൂടി. ഇനിയിപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും, കൂടെ നിന്ന് താങ്ങിയെന്ന് പറഞ്ഞാലും ഹൈപ്പ് കയറി. അതാണ് ഗെയിമും. അത് ഇവിടെ എല്ലാവർക്കും പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ആര്യൻ മറ്റേ ജിസൈലിന്റെ ഒരു മറ്റേ പാവ അത്രേ ഉള്ളൂ. അതല്ലാതെ അവനൊരു ഗെയിം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആര്യൻ ഇനി അതിനകത്ത് നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ജിസൈലിനെ ആരും ഒന്നും പറയരുത്, ജിസൈൽ എൻ്റെ മോളാണെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ആര്യൻ. ഇവൻ ഗെയിം കളിക്കാനാണ് വന്നതെന്നുള്ള കാര്യം മറന്നു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നോമിനേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ, അതിന് ശേഷം അവിടെ കുറേ കലാപരിപാടികൾ നടന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ സ്പോൺസേർഡ് ടാസ്ക് വന്നിട്ടുള്ളത്. ഇനി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, ലൈവ് ഇപ്പോൾ അധികം വൈകാതെ ഇന്നത്തോണ്ട് തീരുമല്ലോ, നാളെ ലൈവ് കാണത്തില്ല, പക്ഷെ നാളത്തെ എപ്പിസോഡ് അതിന് വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ലക്ഷ്മിയെ ലാലേട്ടൻ അരി വറക്കുന്നത് കാണാൻ നിങ്ങൾ വെയിറ്റിംഗ് അല്ലേ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്താണെങ്കിലും ബാക്കിയുള്ള ലൈവും കൂടെ പോയി കാണട്ടെ. ബാക്കിയുള്ള അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.